ചോറിലേക്ക് കയ്യില് ഫ്രണ്ട്സ് വൈബ്, സൺഡേ വൈബ്. ഇന്ന് നമ്മൾ ഫുള്ള് ഫ്രണ്ട്സിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില്ല് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ചില്ല് ചെയ്യുന്നത് ഫുഡ് സ്വിമ്മിങ് പൂള് എല്ലാം കൂടി കലർത്തി അടിക്കണ ഒരു പരിപാടിയാണ്. ഫുള്ള് ഫ്രണ്ട്സുമായിട്ടുള്ള ചില്ലിങ് സൺഡേ വൈബ്. ഭയങ്കരം തന്നെ. അപ്പൊ നമ്മളിന്ന് എന്താ കഴിക്കാൻ പോണ? കരിമീന. ഇന്ന് കരിമീന് നല്ല അടിപൊളി വായനയിൽ വെച്ചിട്ട് തപ്പ് വെച്ച സ്റ്റൈല് അടിപൊളി മസാലയിൽ എല്ലാം ഇട്ടുണ്ട്. ഇനി നമുക്കിന്ന് അത് കഴിഞ്ഞ പാട് സ്വിമ്മിംഗ് പൂളിൽ അല്ല കരിമീനും പിന്നെ ചോറുണ്ട്. നല്ല മോരിന്റെ കറി കടുകിട്ടിട്ട് അടിപൊളിയാക്കിയത്. കടുകിട്ട് തൂമിച്ചിട്ടുള്ള ഒരു തൈര് അടിപൊളി സാധനം അതിലേക്ക് കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് ചോറ് കൂട്ടിയിട്ടുള്ള ചോറ് കരിമീന് തൈര് കടുക് ഇട്ടിട്ട് സ്പെഷ്യൽ സാധനം. ഇതൊന്നല്ല പുട്ട് എന്ന് പറഞ്ഞാലും ഞങ്ങള് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അത് അടിച്ചു പൊളിക്കും. പിന്നെ അലിക്കൊക്കെ തിന്നു വരിക്കും. അലിക്ക് പിന്നെ നമ്മള് വേറെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്, നസീബുണ്ട്. നസീബ് അലിക്ക് നേരെ പൂളി ചാടി അപ്പത്തിന് വിഷപ്പാവും. ഗംഭീരായിട്ട് കുളി കുളിക്കുക. അത് കഴിഞ്ഞാൽ പൂളിന്ന് കേറുക, അടിച്ചു മാറുക, പിന്നെ ഒരു എക്സിലന്റ് ഫുഡ് അടിക്കുക. കരിമീൻ ഇങ്ങനെ കരിമീൻ നമുക്ക് ഇവിടെ ഫ്രഷ് കരിമീൻ കിട്ടും. എവിടെയെന്നറിയോ? നമ്മൾ ഇന്നലെ രാവിലെ കരിമീൻ ഞാൻ മേടിച്ചെങ്ങനെ കാലത്ത് പോയിട്ട് അവര് വല ഇടായിരുന്നു. നമുക്ക് വേറെ കിട്ടും, മത്സ്യബൂത്തിന്ന് വേറെ കിട്ടും, പക്ഷെ അത് അത്ര ഫ്രഷ് അല്ല. ഇത് നമ്മള് വല അവിടെ നിന്നിട്ട് അപ്പൊ തന്നെ ലൈവായി മേടിച്ചതാണ്. ഇത് നമ്മള് ഫ്രീസ് ചെയ്യാണ്ടാണ് മസാല അതിനാണ് അടിപൊളി മസാല. അപ്പൊ നമുക്ക് അവര് വിളിച്ചാല് അലിക്കൊക്കെ പറയുമ്പോഴും അറിയാലോ എങ്ങനെയുണ്ട് വളടാത്ത കൈകൊണ്ടുള്ള അലിക്കൊക്കെ തിന്ന വളയുടെ കൈയില് വളടാത്ത കൈ എങ്ങനെയുണ്ട് അലിക്ക പറയട്ടെ. നസീബ് അലിക്കൊക്കെ ഒന്ന് പറയട്ടെ എങ്ങനെയുണ്ട്. ഇനി എല്ലാ സൺഡേ ഫ്രണ്ട്സ് വൈബ് ഫുള്ള് പൊളിക്കുക. അപ്പൊ നമ്മള് കുളിക്കുകയല്ല. നല്ലൊരു കുളി പാസ്സാ പുളി പാസ്സാക്കിയിട്ട് അലിക്കാരമക്കള് വിളിച്ചിട്ടുണ്ടായിരുന്നോ? നസീബ് നമ്മളെ ഗ്ലോബലിന്റെ മണിമുത്ത് ട്രെയിലറാണിത്. ഇത് നമ്മളെ ആർക്കെങ്കിലും വീടുണ്ടാക്കണേ നസീബ് വിളിച്ചോ. കുളിക്കല്ല ഇപ്പൊ ഓൾറെഡി ആദ്യം കുളി. ഇന്ന് വിശപ്പ് വയറ് നടക്കും. ഞാൻ ഇല്ലേ വയറ് നടക്കും. ഇക്കും അങ്ങനെ അറിയാം. ഞാൻ ഡബിളാവും. എനിക്കാ ഞാൻ ത്രിപിളടിക്കും. ഞാൻ 3 പ്രാവശ്യം. എന്റെ മോനെ തൊട്ടോ സൺഡേ വൈബാടാ, സൺഡേ വൈബാടാ. അത് പൊളിച്ചു നന്നായി. ഒന്നേ മുതലേ അല്ല കുളിച്ചാ മതി, നമുക്ക് എന്തെങ്കിലും തിന്നണം, വിശന്നിട്ട് ചെയ്യാം. മത്സരം എന്ത് ജിമ്മനാണ് വെള്ളത്തിൽ നീന്തല് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പേശികളും ജയിച്ച ആൾക്ക് കൂടുതൽ കരിമീൻ. ഞാൻ മലന്നിട്ട് നീന്തുള്ളൂ. ഫൗളായിട്ടുണ്ടെങ്കിൽ അയാളെ കരിമീൻ മറ്റൊരു കൊടുക്കണം. കരിമീനുമ്പോ കളിക്കുക ഒരു കാര്യം ഫൗളായവർക്ക് കരിമീൻ കേട്ടാ. എങ്ങനെ ഫൗൾ എങ്ങനെയാണ്? ഫൗള് മീൻസ് ചിലർ പിടിച്ച് വലിക്കും, അങ്ങനെയൊക്കെ ചെയ്യൂലേ. ഞാൻ മലന്നിട്ട് ഫസ്റ്റ് ഒരു കരിമീൻ കൂടുതൽ കൊടുക്കും. അതൊന്നും നമുക്കറിയില്ല. തോറ്റു കഴിഞ്ഞാൽ ലാസ്റ്റ് മലർന്നിട്ട് പറയാൻ പറ്റില്ല. എല്ലാ കാര്യം പറയാ. ഒരു കാര്യം കരഞ്ഞിട്ട് ഒരു കാര്യം.
ഭഗവാനെ ഇതെന്താ മായ പറയണോ അവിടുന്ന് പിടിച്ച് പുറത്താക്കാന് ഫസ്റ്റ് ചെയ്യാനാ ആര് ഫസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ചെയ്യാൻ ആ സാധനം എടുത്തിട്ട് അല്ല അപ്പൊ വേറെ യാത്ര ഈ മാസം ഫീസ് കൊടുത്തില്ല അതാണ് ചേട്ടാ ചേട്ടാ അയ്യോ മോര് കറി മോര് കറി ചോറ് ചോറിലേക്ക് കയ്യില് ഇവിടെ ഇരിക്കത്തിന് മതി ഇതിലിട്ട് അതല്ല ഇത് വളയിട്ട കൈകൾ കൊണ്ടുണ്ടാക്കിയത് തന്നെയാണ് ഒരിക്കലും അല്ല എനിക്ക് ഇത്ര ടേസ്റ്റ് അതാണല്ലേ പറഞ്ഞേ നിങ്ങൾ വളട്ട കൈ കൊണ്ടാണല്ലോ ഇത്രയും കാലം തിന്നുന്നത് നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന അറിയാൻ കാരണം എന്താ ഒരു വളിയില്ല ഇതിന് കരിവളന്നെ ഉള്ളൂ ഈ കൈ അല്ല ജയിച്ച ആൾക്ക് ഒരു കരിമീൻ കൂടുതൽ അത് ലാസ്റ്റ് വീഡിയോയില് ആരോ ഫസ്റ്റ് ഇത് പറഞ്ഞിട്ട് മോര് കറി ഇതിനായിട്ട് ഉണ്ടാക്കിയ മോരുകറി മോര് സൂപ്പർ എല്ലാം കരിമീൻ നമ്മുടെ നാട്ടില് മോരുകറി ആരുണ്ടാക്കി സുജിക്ക അല്ലാണ്ട് പിന്നെ ആരാ എടാ ഇത് മൊത്തം ഇന്റെ പ്രിപ്പറേഷൻ ആണ് ഇതൊക്കെ മോര് ഒരു പ്രത്യേക സാധനം കടുകൊക്കെ ഇട്ടിട്ട് ചോന്നുള്ളി അതൊക്കെ ഇട്ടിട്ട് പ്രത്യേക വൈബാണ് വേപ്പിന്റെ ഇല ടേസ്റ്റ് എങ്ങനെയുണ്ട് ഇതുവരെ നിങ്ങൾ കൂട്ടിയ മോരാണോ അത് പിന്നെന്താ അപ്പൊ കരിമീന നിങ്ങളെ ബീവിയുടെ ഒരു കൈ ഒപ്പതിലുണ്ടാ ബീവി കിച്ചണിന്റെ അവിടെ വന്നിട്ട് തന്നെ എന്തൊക്കെ ചെയ്തോളി എനിക്കിപ്പോ അധികം നേരല്ല അപ്പൊ അങ്ങനെയാണ് സംഭവിച്ചു അടിപൊളിയല്ലേ അത് നാടൻ കരിമീനാണ് ഈ വളർത്തു കരിമീൻ വരുന്നത് കരിമീന്റെ ആൾക്കാരൊക്കെ എന്റെ കയ്യിലുണ്ട് അതിപ്പോട്ട് ഒന്നാണ് വിട്ടിരുന്നത് വലിയ കരിമീൻ ഉണ്ടായിരുന്നല്ലോ അതിന് കൊണ്ടോ നല്ല പ്രശ്നം കേട്ടാ ഫുഡ് റോമിന്ന് അച്ഛനാണോ ഇതെന്താ അറിയോ ഇത് പണ്ട് ഉമ്മേ ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞാല് ഇറച്ചി കൂട്ടാലും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അതിലിട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഓരോ ഉരുള തരും അതുകൊണ്ട് ഓർമ്മ വന്നു ഇതിലത്തെ ലാസ്റ്റ് കക്കനും അതൊക്കെ മോരിന്റെ ബാക്കിയൊക്കെ കൂടി കണ്ടപ്പോ ഒന്ന് കുഴക്കാൻ ഉമ്മാനൊന്നും ഓർമ്മ വന്നത് അടിപൊളിയായിട്ടത് കുറച്ചുകൂടി ഇട്ടാലേ ചോറ് ഞാനാ ഓർമ്മ വന്നപ്പോ അടിപൊളി അത് പൊളിച്ചു തന്നെയുണ്ടല്ലോ ഓ ഇത്ര നേരം തിന്നതിനെക്കാട്ടി അടിപൊളി ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഇപ്പഴാ ഞാൻ ആലോചിക്കണത് ഇത് ഉമ്മക്ക് വെച്ച് തരുന്ന പോലെ കൊണ്ടാട്ടിയൊക്കെ ഉണ്ടാക്കൂലേ അതിനെക്കാട്ടി അടിപൊളി തന്നെ ഇനിയിപ്പോ അവരെവിടേക്കാലും പോയാലും പട്ടിണി എടുക്കൂല എന്തിയ മറ്റോരെ കലിക്കൊക്കെ അവിടെ ഇന്നത്തെ അടിപൊളിയായിട്ടാ ഇന്ന് ഞായറാഴ്ച തുടരും നമ്മൾ തീർച്ചയായും തുടരും നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരും നമ്മളായിട്ട് നിങ്ങളും നിക്കുക നമ്മൾക്ക് പഠിച്ചു പൊളിക്കാം നമ്മളെ ചാനലൊക്കെ നിങ്ങൾ ആണ്ടും കൊണ്ടൊക്കെ വിട്ടു കൊടുക്കണം പലർക്കും ഇങ്ങോട്ട് വിടല്ല നിങ്ങളെ ആൾക്കാർക്ക് ഗൾഫിൽക്കൊക്കെ അങ്ങനെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം ഇന്നത്തെ ഞായറാഴ്ച പോലെ ഇനി ഇവിടുന്നാണ്ടല്ലോ എല്ലാ ഞായറാഴ്ച നമ്മളിത് കൊറേ കാലായിട്ട് പൊളിക്കലാണ് പക്ഷെ എന്താ ഞങ്ങളൊന്ന് വരണേ അയ്യോ ഇപ്പൊ ഞങ്ങളെന്നും എല്ലാ ഞായറാഴ്ച ഉണ്ടാകണ തന്നെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ചിലപ്പോ ചൂടുക ചിലപ്പോ ഇതിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് ചാടുക അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് കുളിക്കാം നമ്മളെ കാരവെല്ല് പോണോന്ന് നമുക്ക് എല്ലാരും ഷെയർ ചെയ്യാം പിന്നെ കൂപ്പർ പൂക്കളട അങ്ങനൊക്കെ പൂ തന്നെ എങ്ങനെയുണ്ട് കളർ പരിപാടിയായിട്ടല്ല എനിക്ക് പിന്നെ പറയ് ഇങ്ങോട്ട് കേക്കട്ടെ മീനില്ലേ കരിമീൻ
കരിമീൻ ഉണ്ടാക്കിയതിൽ ഇപ്പോഴും സംശയമുണ്ട് വള ഒന്നും ഒരു വളയില്ല നിങ്ങക്ക് തിന്നിട്ട് ഇപ്പോഴും സംശയമല്ലേ ഇല്ലെങ്കിൽ ഓക്കെ അടിപൊളിയായിരുന്നു. അതാണ് വേണ്ടത്. അതിനുള്ള മോരെങ്ങനെയാണ് മോര് വള ഇടണം ശരിക്കും. ഇപ്പൊ പറഞ്ഞാണ് കറക്റ്റ്. അലിക്ക് പറഞ്ഞല്ല ഈ വളട അടുത്ത പ്രാവശ്യം വരുമ്പോ വളട്ടിട്ട് തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു എന്താ പറയാ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പൊളിച്ചില്ലേ നമ്മള് വൈകുന്നേരമായി. അതെ അതെ. അപ്പൊ ഇനി നമ്മള് കൂടുതൽ വീഡിയോസ് ആയിട്ട് മോർ എന്റർടൈനിങ് ആയിട്ട് നമ്മൾ വരും. എന്തായാലും നിങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക. കാണുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കൂടും. അതെ അതെ അപ്പൊ തീർച്ചയായും. ഞാൻ അങ്ങനെ വരും തന്നെ. ഞങ്ങളെല്ലാരും ഉണ്ടാവും ചില്ലാക്ക അപ്പൊ